ആരാണെന്ന് അവർക്ക് മനസ്സിലായി. നിന്റെ അച്ഛനെയും അമ്മ എല്ലാം അവര് തിരിച്ചറിഞ്ഞു. എന്റെ അച്ഛനെയും അമ്മയും അവര് തിരിച്ചറിഞ്ഞതിന് നിങ്ങളെ എന്തിനു പുറത്താക്കണം? അല്ല, എന്റെ അച്ഛനും അമ്മയ്ക്കും ഈ കുടുംബമായിട്ട് എന്ത് ബന്ധം? ഞാൻ അവരെ ചതിച്ചെന്നാ എല്ലാവരും പറയുന്നത്. എന്നോട് ഇറങ്ങി പൊയ്ക്കോളാൻ പറഞ്ഞു. നിങ്ങളുടെ കയ്യിലിരിപ്പേ അവർക്ക് മനസ്സിലായി കാണും. അതാ പുറത്തിറക്കി വിട്ടത്. അല്ല, നിങ്ങളെ പുറത്താക്കിയെങ്കില് ഞാൻ പിന്നെ ഇവിടെ നിൽക്കുന്നതിൽ എന്താ അർത്ഥം? ഞാനും ഇവിടെ താമസിക്കുന്നില്ല. ഞാൻ ചെന്ന് എന്റെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വരട്ടെ. എന്ത് ചെയ്യും എന്റെ ഭഗവാനെ? മുന്നിൽ ഈ പെരുവഴിയല്ലാതെ മറ്റു ലക്ഷ്യങ്ങളൊന്നും ഇല്ലല്ലോ. എന്ത് ചെയ്യും? നമ്മളിനി എങ്ങോട്ട് പോവും? യാതൊരു ദയാദാക്ഷിണ്യമില്ലാത്ത തീരുമാനം എന്നെ കൊണ്ടെടുപ്പിച്ചത് നീയാ. നിന്നെ ഇനി ചെമ്പകമംഗലത്തിന് വേണ്ട. എങ്ങോട്ടെങ്കിലും പോയിക്കോ. രാജലക്ഷ്മി, നീ എന്താ വിഷമിച്ചിരിക്കുകയാണോ? എങ്ങനെ വിഷമിക്കാതിരിക്കും കൈമലേട്ടാ? മനസ്സ് കീറി മുറിപ്പിച്ചിട്ടല്ലേ അവളെ കടന്നുപോയത്. കാര്യം ശരി തന്നെ. നന്ദിനി നീയും ഞാനും അത്രയ്ക്ക് സ്നേഹിച്ചു പോയി. അതുകൊണ്ട് നമുക്ക് വിഷമം തോന്നുന്ന സ്വാഭാവികമോ? അവൾക്ക് സത്യം തുറന്നു പറയാമായിരുന്നു. അത് പറയാതെ ജയറാമന്റെ മകളെ അന്യായി ഇവിടെ കൊണ്ട് താമസിപ്പിച്ചു. ആ കുട്ടിക്ക് ആരുമില്ലാതെ വന്നപ്പോഴത് ചെയ്തെങ്കിലും. ആരുമില്ലെന്ന് ആര് പറഞ്ഞു? അമ്മയല്ലേ മരിച്ചുള്ളൂ, അച്ഛൻ കൂടെ ഇല്ലേ? ഇവിടെ ശത്രുവായ ജയരാമൻ ജയിലിലാണെന്ന കാര്യം എനിക്ക് ഇവളോട് പറയാൻ പറ്റുമോ? നന്ദിനി നുണ പറയായിരുന്നു നമ്മളോട്. അവക്ക് അന്നും എന്നും ജയറാമനോട് ബന്ധം ഉണ്ടായിരുന്നു. ഏയ്, അങ്ങനൊന്നുമില്ല. ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായപ്പോ അത് നിനക്ക് തോന്നുന്നതാ. നന്ദിനി നല്ല സ്വഭാവക്കാരിയാ. പ്രത്യേകിച്ചും തന്റെ പ്രിയപ്പെട്ടവരാരും വേദനിക്കരുതെന്ന് ആഗ്രഹിക്കുന്നവളവള്. കൈമളിയേട്ടൻ ഇനി അവളെ ന്യായീകരിക്കുകയാണോ? പറയുന്നത് കേൾക്ക്. ന്യായീകരിക്കാതെ എങ്ങനെ ഇരിക്കും? അവൾ ചെയ്തതൊരു മാരകമായ തെറ്റാണോ? ജയരാമന്റെ മകൾക്ക് ആരുമില്ലാതെ വന്നപ്പോ അവൾക്ക് അഭയം കൊടുക്കാൻ ശ്രമിച്ചതാണോ അവൾ ചെയ്തത് തെറ്റ്? കൈമളിയേട്ടാ, ക്ഷോഭിക്കാതെ ഞാൻ പറയുന്നത് ശാന്തയായി നീ കേൾക്ക്. 18 വയസ്സ് തികയാത്ത പക്വതയില്ലാത്ത കുട്ടിയാണ് മീനാക്ഷി. അമ്മ മരിച്ച കുട്ടി ഒറ്റയ്ക്കായി. ജയറാമന്റെ സ്വഭാവമല്ലേ, അവൻ മകളെ ഇട്ടിട്ട് എങ്ങോട്ടെങ്കിലും പോയി കാണും. ഒറ്റയ്ക്കാകുന്ന ഒരു പെൺകുട്ടിക്ക്
ഈ സാംസ്കാരിക കേരളത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നിന്നോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. സാംസ്കാരിക സംസ്ഥാനത്ത് ഏറെയും സംസ്കാരശൂന്യരാണ്. സദാചാരം വാക്കുകളിലേ ഉള്ളൂ, പ്രവർത്തികളിലില്ല. കാപാലികന്മാരാ കുട്ടിയെ കൊത്തിക്കേറും. എത്രയൊക്കെ തള്ളിപ്പറഞ്ഞാലും ചോര കൊണ്ട് ആ കുട്ടി ചെമ്പകമംഗലത്തെയാ. ബ്ലഡ് റിലേഷൻസ് എനിക്കും നിനക്കും സാവിത്രിക്കും ജഗദീശനും അവരുടെ മക്കൾക്കേ ഉള്ളൂ. നന്ദിനിക്കില്ല. എന്നിട്ടും നന്ദിനി മീനാക്ഷിയെ രക്ഷിക്കില്ലേ ചെയ്തത്? എന്റെയോ നിന്റെയോ ഗുഡ് സർട്ടിഫിക്കറ്റ് നേടാനല്ലല്ലോ അവൾ ആ സൽപ്രവൃത്തി ചെയ്തത്. ഈ നന്ദിയടക്ക ചെയ്തിട്ടും കൈമളേട്ടൻ ആ നന്ദിനിയെ പുണ്യാളത്തേക്കാൻ നോക്കുകയാണോ? പുണ്യമാരി ചെയ്താലും അത് കാണാനോടൊരു കണ്ണ് നമുക്കുണ്ടാകണം രാജലക്ഷ്മി. മീനാക്ഷി ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ അനുവാദത്തോടെ ഔട്ട് ഹൗസിൽ താമസിപ്പിച്ചപ്പോ ആ കുട്ടി ആരാണെന്ന് അവൾ നമ്മളോട് പറഞ്ഞില്ല. അവൾ ആരുടെ മകളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നീ ആ കുട്ടിയെ ഇവിടെ താമസിപ്പിക്കുമായിരുന്നു. കൈമളേട്ടൻ പറഞ്ഞു വരുന്നതിന്റെ പൊരുൾ എന്താണെന്ന് ഇനിയും എനിക്ക് വ്യക്തമായിട്ടില്ല. ഒന്ന് വ്യക്തമായിട്ട് പറയാവോ? ജയറാമനോടും മരിച്ചുപോയ മാധുരിയോടും നമുക്ക് എന്തൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ആ മീനാക്ഷി കൊച്ച് നമ്മുടെ പേരക്കുട്ടി തന്നെയല്ലേ രാജലക്ഷ്മി? ഈ കഴുത്തിലേക്ക് ഈ താലിമാല കെട്ടിത്തന്ന അന്ന് മുതൽ ഇന്ന് വരെ സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ധിക്കാരമായിട്ടൊന്നും ഞാൻ കൈമലോട്ടോട് പറഞ്ഞിട്ടില്ല. ഉണ്ടോ? മരണം വരെ അങ്ങനെ പറയാൻ ഇടവരുത്തരുതെന്ന് എന്റെ ഭഗവാനോട് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അത് പറയാതിരിക്കണമെങ്കിൽ ഞാൻ പടിയടച്ച് പിണ്ടം വെച്ച് മനസ്സിൽ പട്ടട ഒരുക്കി കത്തിച്ചു കളഞ്ഞ ആ മകനെ കുറിച്ചോ അവൻ കല്യാണം കഴിച്ച ആ നെറികെട്ട ആ പെണ്ണിനെ കുറിച്ചോ എന്നെ ഒന്നും ഓർമ്മിപ്പിക്കരുത്. ജയറാമിന്റെയും മാധുരിയുടെയും മകളെ ഒരിക്കലും എന്റെ പേരക്കുട്ടിയായി ഞാൻ അംഗീകരിക്കില്ല. ഇത് സത്യം. എപ്പോഴും ആ വീട്ടിലോട്ട് നോക്കുന്നേ? ഒരു ശല്യം പൊക്കോട്ടെ എന്ന് കരുതി അവര് നിങ്ങളെ ഇറക്കി വിട്ടതാ. പിന്നെ എന്തിനാ തിരിഞ്ഞു നോക്കുന്നേ? അവരാരെങ്കിലും ഇറങ്ങി വന്ന് നിങ്ങളെ തിരികെ വിളിക്കുമെന്ന പ്രതീക്ഷയെങ്കിൽ തെറ്റി. ആ പ്രതീക്ഷയൊന്നും വേണ്ട. അവരാരും നിങ്ങളെ ഇനി തിരികെ വിളിക്കാനൊന്നും പോകുന്നില്ല. ഒഴിപ്പിച്ചു വിട്ട ബാധയെ ആരെങ്കിലും തിരികെ വിളിക്കാൻ തയ്യാറാവോ? മീനാക്ഷി, ഞാൻ സത്യം പറഞ്ഞതാ. സത്യം പറയുമ്പോ വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല. അവർക്കാർക്കും നിങ്ങൾ ഇനി ആവശ്യമില്ല. ആ, പണ്ടേ ആവശ്യമില്ല. അധികാരം ഭാവിച്ച് നടക്കുന്ന ഒരു വേലക്കാരി എന്ന അവര് നിങ്ങളെ കളിയാക്കി വിളിച്ചോണ്ടിരുന്നത്. ആ, അല്ലാതെ നിങ്ങളും കേട്ട് കാണും. സത്യത്തില് എനിക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോ വിഷമമുണ്ട്. പക്ഷേ നേരായി തന്നെ പറയാതിരിക്കാൻ ഒക്കുവോ? എന്തിനാ മീനാക്ഷി എന്റെ ഹൃദയത്തിന് ഇങ്ങനെ കുത്തി നോവിക്കുന്ന? അയ്യോ, ഞാൻ കുത്തി നോവിച്ചതൊന്നും അല്ല. ഉള്ള സത്യം വിളിച്ചു പറഞ്ഞതാ. നിങ്ങൾക്ക് യാതൊരു റോളും ഇല്ലാത്തൊരു വീടായിരുന്നു ഇത്. നിങ്ങൾക്കൊരു റോളും ഇല്ലാത്ത സ്ഥലത്ത് എനിക്കെവിടെ റോള്? ഞാൻ വിക്രമാദിത്യന്റെ പിറകെ നടക്കുന്ന വേതാളം പോലെയല്ലേ? അല്ല, നിങ്ങൾ എന്തിനാ എന്നെ ഏറ്റെടുത്ത് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ? യാതൊരു അധികാരവും ഇല്ലാത്ത സ്ഥലത്തേക്ക് നിങ്ങൾ എന്നെ കൊണ്ടുവന്നത് ബുദ്ധിമോശമായിപ്പോയി. എന്നെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത് കാരണം ദേ നിങ്ങളും ഇപ്പൊ പെരുവഴിയിലായില്ലേ? ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? കസ്റ്റോഡിയനായി വന്നിരിക്കുന്നു ഒരു രക്ഷകർത്താവ്. രക്ഷകർത്താവിന് തന്നെ രക്ഷയില്ല. കേറിക്കിടക്കാൻ കണ്ടവരുടെ അനുവാദം വേണം. കഷ്ടം. ഇനി കസ്റ്റഡിയിൽ വാങ്ങി എന്നെ എന്ത് ചെയ്യും? എവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കും? അതൊന്നും തൽക്കാലം നീ അറിയണ്ട. എന്റെ കൂടെ വന്നാ മതി. എങ്ങനെ എങ്ങനെ എങ്ങനെ?
എന്റെ കൂടെ വന്നാ മതിന്ന്. അതൊന്നും പറ്റില്ല. ഇനി ഇതുപോലെ വല്ലവരുടെ വീട്ടിൽ പോയി താമസിച്ച് അവരുടെയൊക്കെ ആട്ടും തുപ്പും കേൾക്കാനൊന്നും എന്നെ കിട്ടില്ല. അതെ, എവിടെയൊക്കെ എന്നെ കൊണ്ടുപോകുന്നെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയണം. അതറിയാതെ ഒരടി ഞാൻ മുന്നോട്ട് വെക്കില്ല. പറ, എങ്ങോട്ടാ നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത്? അത് ബബ്ബന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എവിടേക്കാ പോകുന്നതെന്ന് കൃത്യമായിട്ട് എനിക്കറിയണം. ഇതിനുത്തരം പറയാനില്ലേ? ഇല്ല. എന്നാലേ എനിക്ക് കാളച്ചന്തകളിൽ അലയാനും കടത്തണ്ടകളിൽ ഉറങ്ങാനും തീരെ സൗകര്യമില്ല. ഞാൻ എന്റെ പാട്ടിന് പൊക്കോളാം. മീനാക്ഷി, ദേ, എന്റെ പിറകെ വന്നേക്കരുത്. ഇത്രയും നാള് നിങ്ങൾ എന്നെ പൊന്നുപോലെ നോക്കിയതെന്ന് ഞാൻ കോടതിയിൽ പറഞ്ഞോളാം. നന്ദി, ഞാൻ പോവാ. ഗുഡ് ബൈ. മീനാക്ഷി, 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 നിക്ക്. ദേ, എന്റെ പിറകെ വരരുതെന്ന് ഞാൻ നിങ്ങളോട് മര്യാദയ്ക്ക് പറഞ്ഞതാ. മീനാക്ഷി, നീ പോരുത്. 6 മാസം നിന്നെ നോക്കിക്കൊള്ളാന്ന് നിന്റെ അച്ഛന് ഞാൻ ഉറപ്പ് കൊടുത്തതാ. ആ ഉറപ്പും കുറുപ്പിന്റെ ഉറപ്പും ഇപ്പൊ ഒരുപോലെ ആയില്ലേ? മീനാക്ഷി, നീ എന്റെ കൂടെ വന്നേ പറ്റൂ. ഞാൻ വരില്ല. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി. മീനാക്ഷി, ഞാൻ പറയുന്നത്. ഇതൊരു ശല്യമായല്ലോ. ദേ, എന്റെ പിറകെ വന്നാലുണ്ടല്ലോ. വേഗം വിട്ടോ. മീനാക്ഷി, 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 അവിടെ നിക്ക്. ഒരു സ്ത്രീ പുറകെ ഓടി വരുന്നുണ്ടല്ലോ. അവർ ഓടുകയോ ചാടുകയോ ചെയ്യട്ടെ, ഇയാൾക്കെന്താ? ദേ, ഇവിടെ എങ്ങാനും വണ്ടി നിർത്തിയാലേ ഇയാളെ ഞാൻ കൊല്ലും. മീനാക്ഷി, മീനാക്ഷി, നിക്കാൻ. നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടല്ലേ? പിന്നെ എനിക്ക് ടെൻഷൻ ഇല്ലാതിരിക്കുമോ? ജയറാമും മാധുരിയും ഒന്നിച്ചതിൽ പിന്നെ ഞാനും മാധുരിയും ശത്രുതയിലായിരുന്നില്ലേ? 18 കൊല്ലമായി പരസ്പരം കണ്ടുകൂടിയില്ല. പക്ഷെ ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തു? അവര് കാണിച്ച തെറ്റിന് നിരപരാധിയെ ആ കുഞ്ഞെന്ത് പഴിച്ചു? ഓ, അമ്മാവൻ സ്നേഹം. എന്താ സംശയം? ഞാനൊരു മനുഷ്യനല്ലേ? ദേ, കാർത്തിക് വരുന്നുണ്ട്. എന്റെ ദൈവമേ, ഈ വീടൊരു പടക്കളമായിട്ട് മാറുമല്ലോ. ഒരു ജൗളിക്കട മുഴുവൻ നിന്റെ കയ്യിലുണ്ടല്ലോ. അച്ഛനും അമ്മയ്ക്കുള്ളതാണോ? അച്ഛനും അമ്മയ്ക്കും ഞാൻ എപ്പോഴും വാങ്ങിത്തരുന്നതാണല്ലോ. ഇത് ദേവമ്മയ്ക്കും ആ മീനാക്ഷിക്കും ഉള്ളതാ. ദേവമേ, ദേവമേ, ദേവമ്മ എവിടെ? സാവിത്രിയേച്ചി ഇവനെ വിളിച്ചൊന്നും പറഞ്ഞില്ലല്ലേ? ഇല്ല. ആ, എന്നാ ഞാൻ പറയാം. എടാ മോനെ കാർത്തി, നിന്റെ ദേവമ്മയെ ഇവിടുന്ന് ഇറക്കി വിട്ടു. ഇറക്കി വിട്ടെന്നോ? ആ, അവളെ മാത്രമല്ല ഇറക്കി വിട്ടത്, ആ മീനാക്ഷിയെ ഓടിച്ചു വിട്ടു. അവളെ കൈ കിട്ടിയില്ല, അതിനു മുമ്പേ ഓടിപ്പോയി.
എന്ത് കാര്യത്തിന്? നന്ദിനി ഈ കുടുംബത്തിനെ ചതിച്ചതിന്. എടാ, ആ നന്ദിനിക്ക് ഇപ്പോഴും ജയേട്ടനുമായിട്ട് രഹസ്യബന്ധം ഉണ്ടെന്ന്. അമ്മേ, അമ്മ ദേവമ്മയെ കുറിച്ച് അനാവശ്യം പറയരുത്. അനാവശ്യമല്ല, ചേച്ചി പറഞ്ഞത് സത്യമാ. വല്യേട്ടന്റെയും മാധുരിയുടെയും മകളാ ആ മീനാക്ഷി. അതെല്ലാം മറച്ചു വെച്ചിട്ട് ഏട്ടത്തി അവളെ ഇവിടെ താമസിപ്പിച്ചിരിക്കായിരുന്നു. കള്ളത്തരം പറഞ്ഞ് എല്ലാവരും പറ്റിച്ചതിനാ അമ്മ നന്ദിനി എടുത്ത് ഇവിടുന്ന് ഇറക്കി വിട്ടത്. അച്ഛൻ ഇതിനെക്കുറിച്ച് ഒന്നും പറയാനില്ലേ? ഞാനെന്ത് പറയാന്? നിന്റെ അമ്മ പറയുന്നുണ്ടല്ലോ. ചില നേരങ്ങളിൽ ചില മനുഷ്യർ നിസ്സഹായരായി പോവും. ഞാനിപ്പോ നിസ്സഹായനാ, ബലഹീനനാ. ആരും ആരുടെയും പക്ഷം ചേർന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. ആ നന്ദിനി, അവൾ ഈ കുടുംബത്തോട് കാണിച്ചത് ശുദ്ധ തെമ്മാടിത്തരവാ. ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്തവള്, അന്നം കൊടുത്ത കൈക്ക് കടിക്കുന്നവള്. എന്റെ ദേവമ്മ അത്ര കാര്യമൊന്നും അല്ല. ഈ കുടുംബത്തിലുള്ളവരോട് സ്നേഹമുള്ളതുകൊണ്ടാ ആ പെൺകുട്ടിയെ പെരുവഴിയിലാക്കാതെ ഇങ്ങോട്ടേക്ക് അവളെ കൂട്ടിക്കൊണ്ടു വന്നത്. തന്നെ ചതിച്ച് ഇട്ടിട്ട് പോയ ഭർത്താവിന് മറ്റൊരു സ്ത്രീയിൽ ജനിച്ച കുട്ടിയാണ് മീനാക്ഷി. സാധാരണ നിലയിൽ ഒരു സ്ത്രീയും ചെയ്യാൻ മടിക്കുന്ന ഒരു പുണ്യമാ എന്റെ ദേവമ്മ ചെയ്തത്. ഓ, അത് വലിയ കാര്യം. ഞാൻ പറയുന്നത് കേട്ടിട്ട് സംസാരിക്കുക. അവരിവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്ന ആ മീനാക്ഷി അവരുടെ ആരുമല്ല. പക്ഷേ എന്റെ അമ്മയുടെ സ്വന്തം ആങ്ങളയുടെ മകളാ. എന്റെ അച്ഛന്റെ സ്വന്തം അനന്തരവള. കുഞ്ഞമ്മ അവന്റെ ചേട്ടന്റെ മകളാ. മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും പേരക്കുട്ടിയാ. നമ്മളൊക്കെയാ മീനാക്ഷിയെ പരിഗണിക്കേണ്ടത്. ഈ കുടുംബത്തോട് സ്നേഹമുള്ളതുകൊണ്ടാ ദേവമ്മ ആ മീനാക്ഷിയുടെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തത്. കുടുംബത്തോട് സ്നേഹവും നന്ദിയും കാണിക്കുന്നവരെ അടിച്ച് പുറത്താക്കുകയല്ല വേണ്ടത്. ആരാ ദേവമേ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്? ഞാനാ. ഞാനാ അവളെയും ആ പെങ്കൊച്ചിനെയും ഇവിടുന്ന് അടിച്ച് പുറത്താക്കിയത്. എന്താ, നിനക്കെന്നോട് വല്ലതും ചോദിക്കാനുണ്ടോ? മുത്തശ്ശി, എന്റെ മുത്തശ്ശി ഇത്രയും ക്രൂരയാവരുത്. മീനാക്ഷി അവളുടെ അമ്മയ്ക്ക് ബലിയിട്ടതിന് എന്റെ ദേവമ്മ എന്ത് തെറ്റ് ചെയ്തു? മീനാക്ഷി ബലിയിട്ടത് ഈ കുടുംബം തകർത്തവളുടെ ബലിയാ. കുടുംബം തകർത്ത ആ സ്ത്രീ എന്തായാലും മരിച്ചു പോയില്ലേ? മരിച്ചു പോയവരോട് എന്തിനു പക? അവള് മരിച്ചാലും അവളോടുള്ള എന്റെ മനസ്സിലെ പകയുടെ കനൽക്കെട്ടുകൾ കെട്ടടങ്ങില്ലടാ. അത്രയ്ക്ക് ദ്രോഹമാ അവൾ എന്റെ കുടുംബത്തോട് ചെയ്തത്. അവരൊറ്റയ്ക്കല്ല ആ തെറ്റ് ചെയ്തേ. മുത്തശ്ശിയുടെ മകനും കൂടി ചേർന്നപ്പോഴാ അതൊരു വലിയ തെറ്റായത്. തെറ്റുകൾ ചെയ്തവർ വേറെ, അതിന് ശിക്ഷ ഏറ്റുവാങ്ങുന്നത് മറ്റു ചിലരും. അച്ഛനും അമ്മയും ചെയ്ത തെറ്റിന് മീനാക്ഷി ശിക്ഷ അനുഭവിക്കണം. ജീവിതകാലം മുഴുവൻ മുത്തശ്ശിയുടെ മൂത്ത മകൻ കരയിപ്പിച്ചത് എന്റെ ദേവമേ. അവരാ പക ഉള്ളിൽ സൂക്ഷിച്ചില്ല. തന്നെ വഞ്ചിച്ചവരുടെ മകൾ പെരുവഴിയിലാകുന്നത് കണ്ട് അവർക്ക് ആനന്ദിക്കാമായിരുന്നു. അതവർ ചെയ്തില്ല. സത്യം പറഞ്ഞ മുത്തശ്ശി ആ മീനാക്ഷിയെ ഇവിടെ താമസിപ്പിക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് കള്ളം പറഞ്ഞ് ഇവിടെ താമസിപ്പിച്ചു. എന്തിനവൾ എന്നോട് കള്ളം പറഞ്ഞു? എന്റെ മൂത്ത മകളെക്കാൾ ഇഷ്ടമായിരുന്നു എനിക്ക് നന്ദിനിയോട്. അത് നിനക്കറിയാമോ? അറിയാം. അതുകൊണ്ട് തന്നെയാ എനിക്ക് മുത്തശ്ശിയോട് ഇത്രയും സംസാരിക്കേണ്ടി വരുന്നത്. ഓ, നീ എന്റെ അമ്മയോട് ഇത്രയ്ക്ക് ഉറക്കെ സംസാരിക്കാനും മാത്രം വളർന്നോ?
ഞാൻ എന്റെ മുത്തശ്ശിയോട് ധിക്കാരമൊന്നും പറഞ്ഞില്ലല്ലോ. കാര്യമല്ലേ ചോദിച്ചത്? എന്നാലും അമ്മയോട് ഇത്ര രൂക്ഷമായിട്ട് ഇവിടെ ആരും സംസാരിക്കാറില്ല. ദേ കുഞ്ഞമ്മായി, അമ്മയും അമ്മായും കൂടി അവസരം മുതലാക്കി സംസാരിക്കല്ലേ. നീ അമ്മയോട് ധിക്കാരത്തോടെ സംസാരിക്കരുതെന്നേ ഞാൻ പറഞ്ഞോളൂ. എനിക്ക് എന്റേതായ വിവേകമുണ്ട്. മുത്തശ്ശിയോട് അധിക പ്രസംഗം പറഞ്ഞ പിന്നീട് ഞാൻ തന്നെ വിഷമിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മുത്തശ്ശി ഇവിടെ നിറക്കി വിട്ടത് നിസ്സഹായരായ 2 ജന്മങ്ങളെ. പോകാൻ ഇടമില്ലാതെ വരുമ്പോ അലഞ്ഞു തിരിയുന്നവരെ തെരുവിൽ വെച്ച് ആക്രമിക്കപ്പെട്ടേക്കാം. കരുണയില്ലാത്ത കാപാലികന്മാർക്ക് കാമം തീർക്കാൻ ഇരയെ കൊല്ലാനും മടിയുണ്ടാവില്ല. എന്റെ ദേവമയോ മീനാക്ഷിയോ തെരുവിൽ മരിച്ചു വീണാൽ ആര് സമാധാനം പറയും? നീ എത്ര കടന്നലറിയാലും എന്തൊക്കെ പ്രസംഗിച്ചാലും ജയറാമിന്റെയും മാധുരിയുടെയും സന്തതിയെ ചെമ്പകമംഗലത്തെ കൊച്ചുമകളായി ഞാൻ അംഗീകരിക്കില്ല.